യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്, ഹു ആർ യു നൗ? അങ്ങനെ എന്തോ കുടുംബത്തിൽ കയറ്റം കൊള്ളൂല്ലേ? അന്നും ഇന്നും അഖിൽമാരാർ തന്നെയാണ്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ. ആ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, അഖിൽമാരായി തുടരുന്നു. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. അഖിൽമാരാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞു 2 മാസം കഴിയുമ്പോൾ അഖിൽമാരാർ ഒരുപാട് മാറ്റാണ്. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അതൊന്ന് അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയും തമ്മിൽ കമ്പയർ ചെയ്യൽ അശ്ലീലമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്റെ ഈശ്വര, എന്തൊരു കഷ്ടകാലത്. നേരെ ഒന്ന് ഇന്ത്യയിലോട്ടാ പോന്നെ. ഇന്ത്യ എന്നല്ല, ഞാൻ എവിടെയും പോകും. കാരണം എന്റെ ലക്ഷ്യം എന്റെ അത്രേ ഉള്ളൂ നിലപാട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത്. നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ രക്ഷിക്കാൻ. പലപാടെന്നാ പറയണ്ടേ? ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. അഖിലെ കള്ളത്തരമല്ലേ ഈ പറയുന്നോക്കെ? 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വരി കൊട്ടാരക്കര പോലും ഈ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. അഖിൽമാരാർ BJP വിമർശിക്കും, BJP അനുകൂലിക്കും, കോൺഗ്രസിനെ വിമർശിക്കും, കോൺഗ്രസിനെ അനുകൂലിക്കും. ഇത് വലിയ ശല്യമായല്ലോ. ഞാനാ പറഞ്ഞേ, അഖിൽമാരാർ നന്നായി സംസാരിക്കാൻ അറിയാം. അഖിൽമാരാർ നന്നായി സംസാരിക്കാൻ അറിയാം. ആ നാക്കിട്ടടിക്കൊണ്ട് എല്ലാ കാലത്തും എല്ലാ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് അങ്ങെടുത്തേ.